ഈ പള്ളികളെ അതിനെ നിലനിർത്തൽ, അതിനെ ബഹുമാനിക്കൽ, അതിനെ പരിപാലിച്ചു കൊണ്ടുപോകൽ, അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടൽ, അതിന്റെ പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്നവരെ സഹായിക്കൽ, ഹെൽപ്പ് ചെയ്യൽ, ഒരു വാക്കുകൊണ്ടാണെങ്കിലും ശരി ആ നാട്ടിലെ സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അതേ സമയത്ത് ഒരു പള്ളി, ആ പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർ, അതിന്റെ പ്രവർത്തകരുമായി പിണങ്ങിക്കഴിയുന്നവർ, ശണ്ട കൂടുന്നവർ, അത്തരത്തിലുള്ള ആളുകൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് പള്ളിയാണ്. എന്റെയും നിങ്ങൾക്കും അവകാശമില്ലാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി, എന്റെ ഭവനം എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ എന്റെ ഭവനമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി നമ്മളെ പഠിപ്പിച്ച പള്ളി, ഇന്ന ബുയൂതി ഫീ അർളി അൽ മസാജിദ്, ഭൂമിയിലുള്ള എന്റെ ഭവനങ്ങൾ, എന്റെ പള്ളികൾ എന്റെ ഭവനങ്ങളാണെന്ന് പറഞ്ഞാൽ ആ പള്ളിക്കെതിരെ വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിച്ചാൽ തീക്കളിയാണ്. പള്ളിയെ സ്നേഹിക്കുന്നവർക്ക് പള്ളിയെ പരിപാലിക്കുന്നവനെ അള്ളാഹു ഏറ്റെടുക്കും. എന്നാൽ ആ പള്ളിക്കെതിരെ പ്രവർത്തിക്കുന്നവനെ അള്ളാഹു വിട്ടൊഴിയും. അവനെ വിടും അള്ളാഹു തആല. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച പള്ളികളുടെ അനിവാര്യതയെക്കുറിച്ചും പള്ളികൾ മനുഷ്യന്റെ ആത്മീയ നിലനിൽപ്പിന്റെ ആധാരമാണെന്നും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്നും പള്ളിയുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധമായ പള്ളി, മസ്ജിദ്, ഈ മസ്ജിദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഇന്ന ബുയൂതി ഫീ അർളി അൽ മസാജിദ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പള്ളിയെ പരിചയപ്പെടുത്തുന്ന ആ ശൈലി, ഇന്ന ബുയൂതി, തീർച്ചയായും എന്റെ ഭവനം, ഫീ അർളി, എന്റെ ഭൂമിയിലുള്ള എന്റെ ഭവനം, അൽ മസാജിദു, പള്ളികളാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ഈ പ്രയോഗത്തിൽ അല്ലാഹു വളരെ ബഹുമാനത്തോടെയാണ് പള്ളിയെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ ഉത്കൃഷ്ടമായ ദാത്തിലേക്ക് ചേർത്തുകൊണ്ട്, അല്ലാഹു പള്ളികളെ അവനിലേക്ക് ചേർത്തുകൊണ്ട്, ഇന്ന ബുയൂതി ഫീ അർളി, എന്റെ ഭൂമിയിലുള്ള എന്റെ ഭവനങ്ങൾ, എന്റെ, വെറും അല്ലാഹു പള്ളി എന്നല്ല പറഞ്ഞത്, ഭൂമിയിലുള്ള പള്ളി എന്നല്ല, മറിച്ച് എന്റെ ഭൂമിയിലുള്ള എന്റെ ഭവനങ്ങൾ. അല്ലാഹു പള്ളിയെ പരിചയപ്പെടുത്തിയത് അങ്ങനാണ്, എന്റെ ഭവനങ്ങൾ, അത് മസ്ജിദുകളാണ്. അപ്പോ പള്ളിയുടെ പവിത്രത, അല്ലാഹു ആ പള്ളി എത്ര കണ്ട് ആദരിച്ചു, അതിനെത്ര ബഹുമതി അല്ലാഹു കൽപ്പിച്ചു എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനങ്ങളാണ് പള്ളികൾ. ആ പള്ളിയിലേക്ക് വരുന്നവർ അല്ലാഹുവിന്റെ അതിഥികളാണത്രേ. നമ്മളൊക്കെ ഇപ്പോൾ അല്ലാഹുവിന്റെ അതിഥികളായി അവന്റെ പരിശുദ്ധമായ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. എത്ര വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഫതൂബാ ലി അബ്ദി, ആ പള്ളിയിലേക്ക് വരുന്ന ആളെ നോക്കിയിട്ട് മലക്കുകൾ പറയുമെന്നാണ്, ഒരു ദാസന് മംഗളം നേരുന്നു. തതഹറ ഫീ ബൈതിഹി, അവന്റെ വീട്ടിൽ നിന്നും അവൻ ശുദ്ധീകരണം നടത്തി. സുമ്മ സാറനി ഫീ ബൈതി, എന്നെ സന്ദർശിക്കാൻ വേണ്ടി, എന്നോട് മുനാജാത്ത് നടത്താൻ വേണ്ടി, അഥവാ എന്നോട് ഞാൻ നിർബന്ധമാക്കിയ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി എന്റെ ഒരു അടിമ എന്റെ ഭവനത്തിലേക്ക് വന്നാൽ
ഫഹഖുൻ അലൽ മസൂരി അൻ യുക്രിമ സായിറഹു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അതിഥിയായി അവന്റെ ഭവനത്തിലേക്ക് വരുന്ന ആ ദാസനെ അല്ലാഹു ബഹുമാനിക്കും, അല്ലാഹു അവനെ ആശീർവദിക്കും, അല്ലാഹു അവന് അനുമോദനങ്ങൾ നേരും. ഫത്തൂബാലി അബ്ദിൻ, ഒരു ദാസന് മംഗളം. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, അവന്റെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കിടന്നു വന്നവരാണ്. അല്ലാഹു ആ ഗണത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി വന്നിരിക്കുമ്പം നമ്മൾ ആ കാര്യം ആ പള്ളിയിലേക്ക് വരുന്നതിന്റെ മഹത്വമോ അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു പറയപ്പെടുന്നെന്നോ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, മംഗളങ്ങൾ നേർന്നാണ്, സ്വീകരിച്ചാനയിച്ചാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയുടെ കവാടങ്ങൾ. ഈ കവാടങ്ങളിൽ നിന്നും മലക്കുകൾ ഈ പള്ളിക്കുള്ളിലേക്ക് നമ്മളെ കയറ്റിവിട്ടത്. വലിയ ആദരവ് കൽപ്പിക്കപ്പെടേണ്ട ഇടമാണ് പള്ളി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പരിശുദ്ധമായ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, എന്നാൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഇടങ്ങൾ കമ്പോളങ്ങളാണ്, മാർക്കറ്റുകളാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഓരോ സ്ഥലത്തും പള്ളികൾ ഉണ്ടാകും. അതുപോലെ പള്ളികളെക്കാൾ തലയെടുപ്പുള്ള മനോഹരമായ അമ്പരചുംബികളായ തലയെടുപ്പുള്ള ഒരുപാട് കെട്ടിടങ്ങൾ ആ സ്ഥലത്തുണ്ടാവും. പള്ളികളെക്കാൾ മനോഹരമായിരിക്കും. പള്ളികളെക്കാൾ കൊത്തുപണികളും മിനുക്കുപണികളും കൗതുകം നിറഞ്ഞ കാഴ്ചകളും ഉളവാക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഒരു നാട്ടിൽ കാണും. പക്ഷെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യപ്പെടാൻ വേണ്ടി, അവൻ ആരാധനകൾ അർപ്പിക്കപ്പെടാൻ വേണ്ടി, അവന്റെ ഏകത്വം പ്രചരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, അവനെ പ്രകീർത്തിക്കപ്പെടാൻ, അവന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടാൻ, ദിക്റുകളും സ്വലാത്തുകളും നിർവഹിക്കപ്പെടാൻ പണിയപ്പെട്ട പള്ളികൾ. ആ പള്ളികളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആ പള്ളികളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വഅബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അത് കമ്പോളങ്ങളാണ്, മാർക്കറ്റുകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഇടങ്ങളാണ് പള്ളികൾ. അവിടെ നടക്കുന്നത് ഇബാദത്തുകളാണ്. അവിടെ നിന്ന് കേൾക്കുന്നത് അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങളാണ്. എന്നാൽ കമ്പോളങ്ങളോ, അവിടെ അസഭ്യം പറച്ചില്, ചീത്തവിളി, ചതി, കൊള്ള, കൊല, ഇതിന്റെയൊക്കെ ഇടമായിട്ടാണ് നമ്മൾ മാർക്കറ്റുകൾ അറിയുന്നത്. അവിടെ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ലാ തകൂനന്ന ഇനിസ്തതഅത അവ്വല മൻ യദ്ഖുലു സൂഖ്. ഈ ഹദീസ് നമ്മൾ അണ്ടർലൈൻ ഇട്ട് മനസ്സിലാക്കണം. പ്രവാചകൻ പറഞ്ഞു, ലാ തകൂനന്ന, തീർച്ചയായും നീ ആകരുത്. നീ ആകരുതെന്നല്ല പറഞ്ഞേ, വളരെ ശക്തമായ പ്രയോഗം. തീർച്ചയായും നീ ആകരുത്. ഇനിസ്തതഅത, നിനക്ക് സാധ്യമെങ്കിൽ, അവ്വല മൻ യദ്ഖുലു സൂഖ്, കമ്പോളങ്ങളിലേക്ക് മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ആള് നീ ആകരുത്. ആദ്യം കമ്പോളത്തിൽ കാലുകുത്തുന്നവൻ നമ്മളാകരുത്. മാർക്കറ്റുകളിൽ നിന്നും ഏറ്റവും അവസാനം പുറപ്പെടുന്നവരും നമ്മളാകരുത്. ആദ്യം കമ്പോളത്തിലേക്ക് പോകുന്നവർ, കമ്പോളത്തിൽ നിന്നും ഏറ്റവും അവസാനം ആ മാർക്കറ്റ് വിട്ടൊഴിയുന്നവൻ, അവൻ അങ്ങനെ ഒരു വ്യക്തിയാകാൻ നമ്മൾ പാടില്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി, ആ പള്ളിയിൽ ആദ്യം പ്രവേശിക്കുന്ന ആള് നാമാകണം.
ആ പള്ളിയിൽ നിന്നും ഏറ്റവും അവസാനം പുറത്തു പോകുന്നവരും നമ്മളാകണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അതൊരു ക്രെഡിറ്റ് ആണ്, അതൊരു അഭിമാനമാണ്. വരുന്ന വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ആദ്യം പ്രവേശിക്കുന്നത് ഞാനായിരിക്കും. ഈ പള്ളിയിൽ നിന്നും ഏറ്റവും അവസാനം പുറത്തു പോകുന്നത് ഞാനായിരിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്പസമയം നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്, നമുക്ക് വല്ലാത്ത ഒരു പ്രയാസം. അല്പം ജുമാ നമസ്കാരം നീണ്ടുപോയാൽ അതിന്റെ പേരിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവർ വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യൻ പള്ളിയിൽ കഴിയുന്നത് വെള്ളത്തിൽ കഴിയുന്ന മീനെ പോലെയാണ്, മത്സ്യത്തെ പോലെയാണ്. മത്സ്യം ആ കടലിൽ നിന്നും അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറിയാൽ അതിന്റെ ജീവൻ അപായപ്പെട്ടു പോകും, അപകടത്തിലായി പോകും. അതുപോലെയാണ് ഒരു മുഅ്മിൻ വെള്ളത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന മത്സ്യത്തെ പോലെ സത്യവിശ്വാസി അള്ളാഹുവിന്റെ ഭവനത്തിൽ കഴിഞ്ഞുകൂടുമെന്നാണ്. അതേസമയത്ത് ഒരു മുനാഫിക്കായ മനുഷ്യൻ, കപടവിശ്വാസിയായ മനുഷ്യൻ കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെ പോലെയാണെന്ന. ആ പക്ഷി എപ്പോഴും ആ കൂട് തകർത്ത് പുറത്തുപോയി സ്വൈര്യവിഹാരം നടത്താൻ അത് ശ്രമിക്കുന്നത് പോലെ മുനാഫിക്കായ വ്യക്തി പള്ളിയിൽ നിന്നും എത്രയും പെട്ടെന്ന് നമസ്കാരം അവസാനിച്ച് പുറത്തു പോകാൻ അവൻ ശ്രമിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോൾ, അല്ലാഹുവേ ഞങ്ങളെ ഗണത്തിൽ പെടുത്തല്ലേ തമ്പുരാനെ. അമീൻ പറഞ്ഞു, അല്ലാഹുവേ ഞങ്ങളെ ഗണത്തിൽ പെടുത്തല്ലേ. പഠിച്ച് എത്ര ഗൗരവ. പള്ളിയിൽ നിന്ന് ആദ്യം ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നവൻ, അത് കപടതയുടെ ലക്ഷണമാണ്, കപടതയുടെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ കഴിയാൻ സത്യവിശ്വാസി എപ്പോഴും ആഗ്രഹിക്കും. പ്രവാചകൻ പറഞ്ഞു, മാർക്കറ്റുകളിലേക്ക് പോകുന്ന ആദ്യത്തെ വ്യക്തി നീയാകാൻ പാടില്ല, അവിടെ നിന്നും പുറത്തു പോകുന്ന അവസാനത്തെ വ്യക്തിയും നീയാകാൻ പാടില്ല. എന്താണെന്നറിയുമോ? കമ്പോളങ്ങൾ, മാർക്കറ്റുകൾ പിശാചിന്റെ പോർക്കളങ്ങളാണ്, പിശാചിന്റെ പടക്കളങ്ങളാണ്. അവൻ സ്വൈര്യവിഹാരം നടത്തുന്ന ഇടങ്ങളാണ് മാർക്കറ്റുകൾ. പിശാച് അവന്റെ പതാക നാട്ടുന്നത് കമ്പോളങ്ങളിലാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പിശാചിന്റെ സാന്നിധ്യം കൊണ്ട് മലീമസമായ ഇടങ്ങളാണ് മാർക്കറ്റുകൾ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലം, അല്ലാഹുവിന്റെ കോപമിറങ്ങുന്ന സ്ഥലം മാർക്കറ്റുകളാണ്. എന്നാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസാജിദുഹാ, അവന്റെ പരിശുദ്ധമായ പള്ളികളാണ്, പരിശുദ്ധമായ പള്ളികളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പരിശുദ്ധമായ പള്ളിയെ അല്ലാഹ് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, അല്ലാഹു ബഹുമാനിച്ച സ്ഥലമാണ്. അതുകൊണ്ട് പള്ളിയെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഈമാനിന്റെ ലക്ഷണമാണ്. പള്ളിയെ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മുടെ വീടുകളെക്കാൾ, നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളെക്കാൾ, നമ്മുടെ ഭൗതികമായ എല്ലാത്തിനേക്കാളും നമുക്ക് ഇഷ്ടം നമ്മുടെ പള്ളിയായിരിക്കണം, നമ്മുടെ പള്ളിയായിരിക്കണം. നമ്മുടെ പള്ളിയുടെ ഉന്നമനം, അതിന്റെ വികസനം, അതിന്റെ നന്നായിട്ടുള്ള നടപ്പ്, ഇതായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം അല്ലാഹു ഇഷ്ടപ്പെട്ട ഇടമാണ് പള്ളി. അല്ലാഹ് ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഈമാനാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ തഖ്വയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് 32-ാമത്തെ അധ്യായം അല്ലാഹു പറയുന്നു, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളികൾ അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ആ പള്ളികളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൽ ഭക്തി ഉള്ളവർക്കേ അത് സാധ്യമാവുള്ളൂ. പള്ളി ബഹുമാനിക്കാൻ ആർക്കാ സാധിക്കുന്നത്? ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾക്ക്, ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ പള്ളിയെ ബഹുമാനിക്കാൻ സാധിക്കൂ, പള്ളിയെ ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നത് കണ്ടാൽ, പള്ളിയുമായി ആത്മബന്ധം പുലർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ, ഇദാ റഅയ്തുമുർ റജുല യഅ്താദുൽ മസ്ജിദ, പള്ളിയുമായി എപ്പോഴും സാന്നിധ്യം പുലർത്തി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകൾ,
അങ്ങനെ നമ്മുടെ മുൻഗാമികളിൽ കുറെ ആളുകളുണ്ടായിരുന്നു, നമ്മുടെ കാർന്നവന്മാര്. അവരിങ്ങനെ പള്ളിയില് അസ്ർ നമസ്കാരത്തിന് വന്നാൽ ഇശാ നമസ്കാരം കഴിഞ്ഞേ അവര് പള്ളിയിൽ നിന്ന് പുറത്തു പോവുള്ളൂ. അത് ഇത്ര വലിയ സൗകര്യങ്ങളൊന്നും നമ്മുടെ പള്ളിക്കില്ല. ഒതുവെടുക്കാനുള്ള സംവിധാനങ്ങളില്ല. അന്ന് വെള്ളം കയറിട്ട് കോരിയെടുത്ത്, കപ്പിയിൽ കയറിട്ട് കോരിയെടുത്ത് കിണറ്റിന്റെ കരയിൽ വന്ന് ഒതുവെടുത്ത് കാല് കഴുകി പള്ളി കയറിയിരുന്ന നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ കാർന്നവന്മാർ. പക്ഷേ അവർക്ക് അസൗകര്യങ്ങളൊന്നും അവർക്ക് ഒരു തടസ്സമായിരുന്നില്ല. എല്ലാ അസൗകര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് പള്ളിയുമായി ആത്മബന്ധം പുലർത്തി ജീവിച്ചിരുന്നു നമ്മുടെ മുൻഗാമികൾ. അവരുടെ ഈമാനായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്താ അവരുടെ ജോലി? പള്ളിയിൽ എന്തെങ്കിലും ഒരു പൊടി കണ്ടാൽ, ഒരു പല്ലി ചത്തു കിടക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പ്രാണി ചത്തു കിടക്കുന്നത് കണ്ടാൽ അത് പുറത്തെടുത്ത് കളയും. പള്ളിയോടുള്ള സ്നേഹം, പള്ളിയോടുള്ള ബഹുമാനം. ഒരു പള്ളിയാണെങ്കിൽ പോലും, ഒരു പ്രാണിയാണെങ്കിൽ പോലും, ഇത് പരിശുദ്ധമായ പള്ളിയാണ്, ഇതിവിടെ കിടക്കാൻ പാടില്ല, അത് പുറത്തെടുത്ത് കളഞ്ഞിരുന്നു നമ്മുടെ മുൻഗാമികൾ. അവർ പള്ളിയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നു. ഈ ബന്ധം പുലർത്താൻ സാധിക്കുന്നത് അങ്ങനെ പള്ളിയുമായി ആത്മബന്ധം പുലർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ ആ മനുഷ്യൻ ഈമാൻ ഉണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോളിൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയുമായി ബന്ധപ്പെടുന്ന മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നും തെറ്റിദ്ധരിക്കേണ്ട. അയാളുടെ ഹൃദയത്തിൽ ഈമാനുണ്ട്, ഹൃദയത്തിൽ തഖ്വയുണ്ട്. അതുകൊണ്ടാണ് പള്ളിയുമായി അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലിൽ മസാജിദി ഔതാദ, അല്ലാഹുവിൽ ചില ഔതാദുകളുണ്ട്. എന്താണ് ഈ ഔതാദ്? ചില സ്ഥിരം കുറ്റികളുണ്ട്. നമ്മൾ പറയുമല്ലോ, ചില ചായക്കടയിലൊക്കെ ചില വ്യക്തികൾ എപ്പോഴും ചില ചായക്കടയിൽ ഇങ്ങനെ ഇരിപ്പായിരിക്കും. അയാളെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ചായക്കട അല്ലെങ്കിൽ ഒരു ബാർബർ ഷോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ പോയാൽ മതി, അയാളെ അവിടെ കാണും. കാരണം അയാൾ അവിടുത്തെ സ്ഥിരം കുറ്റിയാണ്. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താണ് ഇവരുടെ ജോലി? ഒരാഴ്ച നടക്കുന്ന എല്ലാ കാര്യങ്ങളും വരുന്നവരോടും പോകുന്നവരോടും വിളമ്പുന്ന പരിപാടി, ഫിത്ന ഫസാദുകൾ പറഞ്ഞിരിക്കുന്ന ചില ആളുകൾ, ചില ചായക്കടയിലെ കുറ്റികൾ, ചില ബാർബർ ഷോപ്പിലെ കുറ്റികൾ, ചില വെയിറ്റിംഗ് ഷെഡിലെ കുറ്റികൾ. ആ കുറ്റികളെ കുറിച്ചല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇന്നലിൽ മസാജിദി ഔതാദ, പള്ളികൾക്ക് ചില കുറ്റികളുണ്ട്. എന്താണ് ആ കുറ്റികൾ? എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർ. അവരെ പരിചയപ്പെടുത്തുന്നത് ഔതാദ് എന്ന പ്രയോഗത്തിലൂടെയാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മലായികത്തു ജുലസാഉഹും, നമ്മൾ അവരെ നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാകില്ല, പക്ഷെ കാരുണ്യത്തിന്റെ മലക്കുകൾ അവരുടെ സാന്നിധ്യത്തിൽ കാണും. അവരുടെ സഹപാഠികൾ മലക്കുകളാണ്. ഇവരെങ്ങാനും പള്ളിയിൽ വരാതിരുന്നാൽ ഇവരെ മലക്കുകൾ അന്വേഷിച്ചു പോകും. ഇവർക്കെങ്ങാനും രോഗം പിടിപെട്ടാൽ മലക്കുകൾ അവരെ സന്ദർശിക്കും. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ മലക്കുകൾ അവരെ സഹായിക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണ്? പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ. എപ്പോഴും അവർ മലക്കുകളുടെ സാന്നിധ്യത്തിലായിരിക്കും. മലക്കുകൾ അവരെ കാണാതിരുന്നാൽ, പക്ഷേ 5 നേരം പള്ളിയിൽ വരുന്ന ആളുകളോ പള്ളിയിലെ ഇമാമ് പോലുമോ അയാൾ എന്തിയെന്ന് അന്വേഷിക്കില്ല, പക്ഷെ മലക്കുകൾ അവരെ അന്വേഷിക്കും. രോഗം പിടിപെട്ട് കിടപ്പായാൽ മലക്കുകൾ അവരെ പോയി സന്ദർശിക്കും. എന്തൊരു ഭാഗ്യമാണല്ലേ! അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറപ്പെട്ടാൽ മലക്കുകളുടെ സഹായം, അള്ളാഹുവിന്റെ ഗൈബിയായ അദൃശ്യമായ സഹായം അവർക്കുണ്ടാകും. പള്ളിയുമായി ബന്ധപ്പെടുന്നവർക്ക് കിട്ടുന്ന വലിയ, ദുനിയാവിൽ കിട്ടുന്ന വലിയ ഗുണമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാൻ പറഞ്ഞത്, പള്ളിയെ ചുറ്റിപ്പറ്റി കഴിയുന്നവർ, പള്ളിക്ക് വേണ്ട ഖിദ്മത്തുകൾ, സേവനങ്ങൾ ചെയ്യുന്നവർ, വലിയ അനുഗ്രഹമാണത്. നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്നും ഒരു കരടെടുത്ത് കളഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ, അതിനു പോലും വലിയൊരു കൂലിയാണ്. ഇപ്പൊ നമ്മൾ ജുമാ നമസ്കാരം നിർവഹിക്കാൻ ഇവിടെ കൂടിയിരിക്കുകയാണ്. നമ്മൾ സുജൂദ് ചെയ്യുന്ന ഇടത്തൊരു പ്രാണി ചത്തു കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു കരട്, അത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കളഞ്ഞാൽ അതിന് എത്ര വലിയ കൂലിയാണ് നമുക്ക് കിട്ടുന്നതെന്നറിയോ?
മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉരിദത്ത് അലയ്യ ഉജൂറു ഉമ്മത്തി, എന്റെ സമുദായം ചെയ്യുന്ന മുഴുവൻ നന്മകളുടെയും പ്രതിഫലം എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ സമുദായം, എന്റെ ഉമ്മത്ത് ചെയ്യുന്ന മുഴുവൻ നന്മകളുടെയും പ്രതിഫലം എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. ഹത്തൽ കദാതു യുഖ്രിജുഹ റജുലു മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്നും ഒരു മനുഷ്യൻ എടുത്ത് പുറത്തേക്ക് കളയുന്ന കരടിന്റെ പ്രതിഫലം പോലും, സുബ്ഹാനല്ലാഹ്, ഒരു കരടത്ത് എടുത്തു കളഞ്ഞാൽ അതിന് കിട്ടുന്ന പ്രതിഫലം പോലും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. നമ്മൾ മൈൻഡ് ചെയ്യാത്ത പോലെ കാര്യമാണ്. ഓ, അതവിടെ കിടക്കണം, അല്ലാതെ മോദി ഉത്സവം എടുത്തു കളയാ, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെങ്കിലും വന്നിട്ട് ഞാനെന്തിനാ എടുത്തില്ലേ പോലെ, ഞാനിപ്പോ കമ്മിറ്റിക്കാരനൊന്നും അല്ലല്ലോ, അവിടെ കിടക്കട്ടെ കേട്ടോ. നമ്മൾ നിസാരവൽക്കരിച്ച് കാണുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിന് പോലും കിട്ടുന്ന പ്രതിഫലം, അതിന്റെ പ്രതിഫലം പോലും എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതും കൂടെ കേൾക്കണം. എന്റെ സമുദായം ചെയ്യുന്ന മുഴുവൻ തിന്മകളുടെ ശിക്ഷയും എനിക്ക് കാണിക്കപ്പെട്ടു. ഏറ്റവും വലിയ ശിക്ഷ, എന്റെ സമുദായം ചെയ്യുന്ന തിന്മകൾ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടത് എന്തിനെന്നറിയോ? അഅ്ലമു മിൻ സൂറത്തിൻ മിനൽ ഖുർആനി ഔ ആയതൻ ഊതീതഹാ റജുലുൻ സുമ്മ നസിയഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തോ ഒരു വചനമോ ഒരാൾ മനഃപ്പാഠമാക്കിയിട്ട് അയാളുടെ അശ്രദ്ധ കൊണ്ട് ആ ആയത്ത് മറന്നുപോയാൽ അതിന് കിട്ടുന്ന ശിക്ഷയായിരിക്കും ഏറ്റവും വലിയ ശിക്ഷയെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ചെറുപ്പത്തിൽ ഇവിടെ യാസീൻ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ഇപ്പോൾ യാസീൻ ഓതാൻ അറിഞ്ഞുകൂടാ. കാരണം എന്താ? ഓതുന്നില്ല. പല ചെറിയ ചെറിയ സൂറത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ഇപ്പൊ നമുക്ക് ഓർമ്മയില്ല. നമുക്ക് ഖുർആനുമായിട്ട് ബന്ധമില്ല. നമ്മുടെ അശ്രദ്ധയുടെ പേരിൽ, ഖുർആനുമായിട്ടുള്ള ബന്ധത്തിന്റെ കുറവിന്റെ പേരിൽ നമ്മൾ പഠിച്ച ഒരായത്ത് മറന്നുപോയാൽ നാളെ പരലോകത്ത് നമ്മൾ ആ ആയത്ത് മറന്നുപോയതിന്റെ പേരിലായിരിക്കും ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ നിന്നും എടുത്തു കളയുന്ന ചെറിയ കരട് പോലും അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ പ്രതിഫലത്തിന് കാരണമായി തീരും. ഒരു ചെറിയ ഒരു സംഭവം ഒന്ന് ലഘൂകരിച്ച് ഞാൻ പറയാം. അന്നംറഅതൻ സൗദാ, മദീന പള്ളി, ആ മദീന പള്ളിയുടെ മുറ്റം വൃത്തിയാക്കുന്ന ഒരു കറുത്ത പെണ്ണുണ്ടായിരുന്നു. ഒരു കറുത്ത പെണ്ണ്. അവര് വലിയ കുലീനയല്ല, വലിയ തറവാട്ടുകാരിയല്ല, സമൂഹത്തിൽ അറിയപ്പെട്ട പെണ്ണല്ല, വലിയ ആദരവും ബഹുമാനവും ഒന്നും സമൂഹത്തിൽ ലഭിക്കാത്ത ഒരു അറിയപ്പെടാത്ത പാവപ്പെട്ട ഒരു കറുത്ത പെണ്ണ്. തഖുമ്മുൽ മസ്ജിദ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ മുറ്റം വൃത്തിയാക്കലാണ് ആ പെണ്ണിന്റെ ജോലി. ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ ഈ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ കാണുന്നില്ല. സഹാബത്തിനോട് ചോദിച്ചു, ഫസഅല അൻഹാ, സഹാബത്തിനോട് ചോദിച്ചു, എന്തിയാ പെണ്ണെത്തിയെ? മദീനത്തെ പള്ളി അടിച്ചു വൃത്തിയാക്കുന്ന ആ കറുത്ത പെണ്ണെത്തിയ സഹാബത്ത് പറഞ്ഞു, മാത്തത്ത് യാ റസൂലല്ലാഹ്, നബിയെ, കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ രാത്രിയിൽ അവർ മരണപ്പെട്ടു പോയി. പ്രവാചകന്റെ മുഖം വിവർണമായി, ശബ്ദമിടറി. പ്രവാചകൻ ചോദിച്ചു, അഫലാ കുന്തും ആദത്തുമൂനി, സഹാബത്തെ, എന്താണ് ആ പെണ്ണ് മരണപ്പെട്ടപ്പോൾ എന്നോട് അറിയിക്കാതിരുന്നത്? നിങ്ങൾ അവരെ നിസാരവൽക്കരിച്ചു കണ്ടോ? അവർ വലിയ തറവാട്ടുകാരി അല്ലാത്തത് കൊണ്ട്, അറിയപ്പെട്ട കുടുംബക്കാരി അല്ലാത്തത് കൊണ്ട് നിങ്ങൾ നിസ്സാരമായി കണ്ടോ ആ പെണ്ണിനെ? എന്താ നിങ്ങൾ അവര് മരിച്ചപ്പോ എന്നോട് പറയാഞ്ഞത്? ദുല്ലൂനി അലാ ഖബരിഹ, അവരുടെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരണം. സഹാബത്ത് അവരുടെ ഖബർ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഫസല്ല അലൈഹ, നബി തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, പള്ളി വൃത്തിയാക്കിയ ഒരു പെണ്ണിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ആ സ്ഥാനം, അവർക്ക് പ്രവാചകൻ കൊടുത്ത അംഗീകാരം ഒരു തൂപ്പുകാരി പെണ്ണെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയില്ല. പള്ളി വൃത്തിയാക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹുവിന്റെ റസൂൽ അവരുടെ ഖബർ അന്വേഷിച്ച് തേടിപ്പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ വലിയ പ്രതിഫലമാണ്.
വലിയ പ്രതിഫലമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളികളെ നമ്മൾ ഇഷ്ടപ്പെടണം, നമ്മളതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം, പള്ളികളുമായി ആത്മബന്ധം നമുക്ക് പുലർത്തണം. കേവലം വെള്ളിയാഴ്ച 20 മിനിറ്റിന്റെയോ 30 മിനിറ്റിന്റെയോ ബന്ധമല്ല. കഴിയുമെങ്കിൽ 5 നേരത്തും ഈ പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ഈ പള്ളികളുമായി ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഒന്നാ മാത്രം പോരാ, പള്ളിയെ നമ്മൾ സ്നേഹിക്കണം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നമ്മൾ അംഗീകാരം കൊടുക്കേണ്ടത്, ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും പവിത്രതയോടെ കാണേണ്ടത് നമ്മുടെ ഈ പള്ളിയാണ്. നമ്മുടെ വീടിനേക്കാൾ നാം ഇഷ്ടപ്പെടേണ്ടത് ഈ പള്ളിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ പെയിന്റ് പോകുമ്പോൾ, ഭിത്തിയിൽ ചെളി പിടിക്കുമ്പോൾ, മുറ്റത്ത് കാട് പിടിക്കുമ്പോൾ, ഈ പള്ളി അലങ്കോലപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേദനയുണ്ടാകണം. അല്ലാഹുവേ, എന്റെ മഹല്ല്, അല്ലാഹുവിന്റെ പള്ളി പെയിന്റ് അടിക്കാറായല്ലോ, ഈ പള്ളിയുടെ മുറ്റത്ത് കാട് പിടിച്ചല്ലോ, അത് പറിച്ചു മാറ്റാറായല്ലോ. സ്വന്തം മുന്നിട്ടിറങ്ങണം നമ്മൾ. അതിന് നമ്മൾ മറ്റൊരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ കമ്മിറ്റിക്കാരോട് പറയേണ്ട കാര്യമല്ല, പള്ളിയിലെ അസിസ്റ്റന്റ് ഉസ്താദിനോടോ മോദി ഉസ്താദിനോടോ പറയേണ്ട കാര്യമല്ല. ഉസ്താദെ, പള്ളിക്കാട്ടം കിടക്കുന്നു, കോരിക്കള പറയാൻ പാടില്ല. സ്വന്തം ചെയ്യണം. അതാണ് പള്ളിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളം. പ്രിയപ്പെട്ടവരെ, ഒരു ഹദീസ് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഐന ജീറാനി. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചിരിക്കണം. അല്ലാഹു ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനമായി ജനിച്ചു മരിക്കാനിരിക്കുന്ന കോടാനുകോടി മനുഷ്യരെ മഹ്ശറ വൻസഭയിൽ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുമ്പോ അല്ലാഹു വിളിച്ചു ചോദിക്കും, ഐന ജീറാനി, എത്തിയ എന്റെ അയൽവാസികൾ എവിടെ? ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ മലക്കുകൾ ചോദിക്കും, അല്ലാഹുവേ, നിനക്ക് അയൽവാസികളോ? നീ ഏകനല്ലേ? നിനക്ക് പങ്കുകാരില്ല, ഭാര്യയില്ല, മക്കളില്ല. നിനക്കാരാണ് അയൽവാസികൾ? നിന്റെ അയൽവാസികൾ ആരാണെന്ന് മലക്കുകൾ വിളിച്ചു ചോദിക്കുമ്പോൾ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മലക്കുകളെ, എന്റെ പള്ളിയെ സ്നേഹിച്ചവരെവിടെ? എന്റെ പള്ളി പരിപാലിച്ചവരെവിടെ? എന്റെ പള്ളി സംരക്ഷിച്ചവരെവിടെ? അവരാണ് എന്റെ അയൽവാസികളെന്ന് അല്ലാഹു വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പള്ളി ഈ ഭൂമിയിൽ അനിവാര്യമാണ്. ഈ പള്ളികളെ, അതിനെ നിലനിർത്തൽ, അതിനെ ബഹുമാനിക്കൽ, അതിനെ പരിപാലിച്ചു കൊണ്ടുപോകൽ, അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടൽ, അതിന്റെ പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്നവരെ സഹായിക്കൽ, ഹെൽപ്പ് ചെയ്യൽ, ഒരു വാക്കുകൊണ്ടാണെങ്കിലും ശരി, ആ നാട്ടിലെ സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അതേ സമയത്ത് ഒരു പള്ളി, ആ പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർ, അതിന്റെ പ്രവർത്തകരുമായി പിണങ്ങിക്കഴിയുന്നവർ, ശണ്ട കൂടുന്നവർ, അത്തരത്തിലുള്ള ആളുകൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് പള്ളിയാണ്. എന്റെയും നിങ്ങൾക്കും അവകാശമില്ലാത്ത അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി, എന്റെ ഭവനം എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ എന്റെ ഭവനം എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി നമ്മളെ പഠിപ്പിച്ച പള്ളി, ഇന്ന ബുയൂതി ഫീ അർളി അൽ മസാജിദ്, ഭൂമിയിലുള്ള എന്റെ ഭവനങ്ങൾ, എന്റെ പള്ളികൾ എന്റെ ഭവനങ്ങളാണെന്ന് പറഞ്ഞാൽ, ആ പള്ളിക്കെതിരെ വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിച്ചാൽ തീക്കളിയാണ്. തീക്കളി, ഇത് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, തീക്കളിയാണ്. പള്ളിയെ സ്നേഹിക്കുന്നവർക്ക് പള്ളിയെ പരിപാലിക്കുന്നവനെ അല്ലാഹു ഏറ്റെടുക്കും. എന്നാൽ ആ പള്ളിക്കെതിരെ പ്രവർത്തിക്കുന്നവനെ അല്ലാഹു വിട്ടൊഴിയും. അവനെ വിടും അല്ലാഹു തആല. പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുകയില്ല, ഒരു കാരുണ്യം ഉണ്ടാകുകയില്ല. കച്ചവടമൊക്കെ നടത്തും, വെറുതെ അവിടെ ഈച്ചയടിച്ചിരിക്കാന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാകുകയില്ല. ഭാര്യയായിട്ട് പ്രശ്നമായിരിക്കും,
മക്കളുമായിട്ട് പ്രശ്നമായിരിക്കും, ജീവിതത്തിൽ മനസ്സിനൊരു സമാധാനവും കാണുകയില്ല, ഒരു സന്തോഷം കാണുകയില്ല. പള്ളിക്കെതിരെ പ്രവർത്തിക്കുന്നവർ കൈകടിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും ആമീൻ പറയാത്ത അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളെ ആദരിച്ച് ബഹുമാനിച്ച് തഖ്വയോടുകൂടി അതിനെ സംരക്ഷിച്ച് അതിന് വേണ്ടുന്നതെല്ലാം ചെയ്ത് ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം. നാളെ നമ്മൾ മരണപ്പെട്ട് 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് നമ്മുടെ മയ്യത്ത് ഈ ഷെഡിൽ കൊണ്ട് വെക്കുമ്പോൾ ഈ പള്ളി പൊട്ടിക്കരയും. വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫിർഔനും കൂട്ടരും മരണപ്പെട്ടപ്പോൾ ആകാശഭൂമികൾ കരഞ്ഞില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഒരു സത്യവിശ്വാസി മരണപ്പെടുമ്പോൾ അവൻ സുജൂദ് ചെയ്ത ഇടം, അവന്റെ പള്ളി 40 ദിനരാത്രങ്ങൾ പൊട്ടിക്കരയും. നബി മുഹമ്മദ് മുസ്തഫ അന്ന് ആരും കാണിയല്ല, അന്നൊരു മോനും ചിലപ്പം കരിയല്ല. മയ്യത്തെടുക്കുമ്പോ ഒന്ന് കരഞ്ഞേക്കും പെമ്മക്കള്. ചിലപ്പോ അത്ര കണ്ട് പിതാവിനെ സ്നേഹിക്കുന്ന മക്കളുടെ കണ്ണിൽ നിന്നും പൊടിയും ഒരു തുള്ളി കണ്ണുനീർ മയ്യത്തടക്കുന്നതിനോടുകൂടിയാണ് അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, 40 ദിനരാത്രങ്ങൾ ഈ പള്ളിയെ ബഹുമാനിച്ച, ഈ പള്ളിയിൽ വന്ന ആരാധനകൾ നിർവഹിച്ച ആൾക്ക് വേണ്ടി കരയുമെന്ന് മഹാനായ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പള്ളി അതിനെ നമ്മൾ ഇഷ്ടപ്പെടണം. അതിന്റെ എല്ലാ വികസനങ്ങൾക്ക് വേണ്ടിയും അതിന്റെ നല്ല പുരോഗതിക്ക് വേണ്ടിയും എല്ലാം നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അവസാനം പറയുന്നു, നമ്മുടെ പള്ളി നമ്മൾ നന്നായി സംരക്ഷിച്ച് നന്നായി പെയിന്റ് അടിച്ച് നമ്മുടെ നാട്ടിലെ നമ്മുടെ വീടുകളിലേക്കാൾ ഏറ്റവും മനോഹരമായ ഇടം നമ്മുടെ ഈ പള്ളിയാകണം. ഇതെല്ലാം പെയിന്റ് ഒക്കെ അടിച്ച് എല്ലാം കുട്ടപ്പനാക്കണം. നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ നോക്കി എല്ലാരും അല്ലെ, നമ്മുടെ വീടിനേക്കാൾ മോശമാണ് നമ്മുടെ പള്ളി അല്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടേതാണ് നമ്മുടെ പള്ളി, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ് നമ്മുടെ പള്ളി. ഇതിനെ സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലവും നിങ്ങൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് തന്നാൽ നമുക്ക് വരുന്ന ആഴ്ച മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.